ഗുഡ് മോർണിംഗ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ 29-ാം തീയതി ഈ വെള്ളിയാഴ്ച ഈ പ്രഭാതം കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അല്പസമയം നമുക്ക് ദൈവത്തിന് വചനം കേൾക്കാം. അമ്മയെ കുറിവാക്യമായിട്ട് വായിക്കുന്ന വേദവാക്യം ഹോശേയ 10-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: നീതിയിൽ വിതയ്പ്പിൻ, ദയക്കൊത്തവണ്ണം കൊയ്യുവിൻ, നിങ്ങളുടെ തരിശ് നിലം ഉരുവിൻ. യഹോവ വന്ന് നിങ്ങളുടെ മേൽ നീതി വർഷിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാനുള്ള കാലം ആകുന്നുവല്ലോ. ഇതിന്റെ തലക്കെട്ടായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് തലക്കെട്ട്: മനുഷ്യ ഹൃദയത്തിന്റെ തരിശ് നിലം ഒഴുക്കപ്പെടും. എന്നോട് പറയാം, മനുഷ്യ ഹൃദയത്തിന്റെ തരിശ് നിലം ഒഴുക്കപ്പെടണം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതെ, മനുഷ്യ ഹൃദയത്തിന്റെ തരിശായി കിടക്കുന്ന ആ നിലം എന്തിനു വേണ്ടി ഒഴുക്കപ്പെടുവാനിടയാകണം? എന്തിനു വേണ്ടി ഒഴുക്കപ്പെടണം? എന്തിനു വേണ്ടി? അതെ, അവൻ നീതി വസിക്കുവാൻ വേണ്ടി. നീതി വസിക്കണമെങ്കിൽ അവിടെ അശുദ്ധി പാടില്ല, അനീതി പാടില്ല, അതിക്രമം പാടില്ല, അധർമ്മം പാടില്ല. എങ്കിൽ മാത്രമേ നീതി വസിക്കുവാൻ കഴിയുള്ളൂ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആരാണ് നീതി? നീതി നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നീതി. ആ നീതിയാകുന്ന കർത്താവ് യേശു ക്രിസ്തുവിന് വസിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? അത് ഹൃദയങ്ങളെ ഒഴുക്കുവാൻ ഇടയാകണം. സ്തോത്രം, ആമേൻ. അതെ, 2, ആ ദൈവത്തെ അന്വേഷിക്കുവാൻ ഇടയാകണം. സ്തോത്രം. അതെ, ഈ സർവ സൃഷ്ടിയിൽ മേലും നോക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, നാം വസിക്കുന്ന ഈ ഭൂമിയെ നോക്കുമ്പോൾ, ആകാശത്തെ നോക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഭൂമണ്ഡലത്തെ നോക്കുമ്പോൾ, ആമേൻ, നാം നമ്മെ തന്നെ നോക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഇതിന് പിന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് നമുക്ക് അറിയുവാൻ കഴിയും. സ്തോത്രം. ആ ദൈവം ആരാണെന്ന് നാം അന്വേഷിച്ച് ആ ദൈവത്തെ കണ്ടെത്തുവാനിടയാകണം. സ്തോത്രം. ഇന്ന് ലോകത്തിൽ ദൈവങ്ങളെന്ന് പറയുന്ന അനേകരുണ്ട്. പക്ഷേങ്കിൽ അതൊന്നും ദൈവങ്ങളല്ല. ദൈവമാണ്. ദൈവത്തിന് ചില സ്വഭാവങ്ങളുണ്ട്. സ്തോത്രം. ദൈവം ആണെങ്കിൽ ദൈവം സർവശക്തനായിരിക്കണം. ദൈവത്തിന് ഒന്നാമത്തെ സ്വഭാവം, ദൈവം സർവശക്തനായിരിക്കണം. സർവശക്തനായ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കുവാൻ ഇടയായിത്തീർന്നു. അതാണ് ദൈവം. 2, ദൈവത്തിന് രണ്ടാമത്തെ പ്രത്യേകത, 2, ദൈവം സർവവ്യാപിയായിരിക്കണം. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വിളിച്ചപേക്ഷിച്ചാലും ഈ ദൈവം വിളി കേൾക്കുവാനിടയാകണം. സ്തോത്രം. ദൈവം എന്തായിരിക്കണം? സർവവ്യാപിയായിരിക്കണം. സ്തോത്രം. 3, ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദൈവം സർവജ്ഞാനിയായിരിക്കണം. സ്തോത്രം. അതെ, സർവജ്ഞാനിയായിരിക്കണം. ദൈവം സർവജ്ഞാനിയായതുകൊണ്ട് ആണ് ഭൂമി ഇളകാതെ നിലനിൽക്കുന്നത്. സ്തോത്രം. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ടാണ് ആകാശം അവിടെ നിൽക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദൈവം സർവജ്ഞാനി ആയതുകൊണ്ടാണ് നാം ഭൂമിയിൽ എത്രയോ കോടി ജനങ്ങൾ വസിക്കുന്നു. അവിടെ മുഖം നോക്കിക്കേ, എത്രമാത്രം ഷേപ്പുകൾ മാത്രം ഇല്ലേ? സ്തോത്രം. എന്റെ ഷേപ്പല്ല നിങ്ങൾക്ക്. അപ്പോൾ അപ്രകാരം ഇതിന് പിന്നിൽ ഒരു സർവജ്ഞാനിയായ ദൈവമുണ്ട്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പ്രത്യേകത ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമാകുകയുള്ളൂ. സ്തോത്രം. ആ ദൈവം ആരാണെന്നും എന്നെയും നിങ്ങളെയും നിർമ്മിച്ച ദൈവം ആരാണെന്ന് നാം എന്തു ചെയ്യണം? അന്വേഷിച്ച് കണ്ടെത്തുവാനിടയാകണം. സ്തോത്രം. അതെ, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും
ഭൂമിയിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്. സ്തോത്രം. എന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ സത്യദൈവത്തെ അറിയാതെയായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സത്യദൈവത്തെ അറിയുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അത് സ്തോത്രം. നമ്മുടെ എല്ലാവരെയും സൃഷ്ടാവ് ഒരാൾ മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു, ആമേൻ സ്തോത്രം, ആമേൻ, ഇന്നും ആമേൻ സ്തോത്രം, അത് ഇന്നും ആമേൻ ഓരോ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒന്ന്, നമ്മുടെ ഹൃദയം എന്തിനു വേണ്ടി ഒരുക്കണം? നീതി വസിക്കുവാൻ. ആരാണ് നീതി? കർത്താവായ യേശു ക്രിസ്തുവാണ് നീതി. സ്തോത്രം. വചനം പറയുന്നു, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട്, അഥവാ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തുവെന്ന്. സ്തോത്രം. അപ്പോൾ ഹൃദയത്തെ ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, നീതി വസിക്കുവാൻ. ആരാണ് നീതി? കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി ആ ഹൃദയത്തെ ഒരുക്കുവാൻ ഇടയാകണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക. സ്തോത്രം. അത് ഈ സത്യ ദൈവത്തെ അറിയുവാൻ നാം എന്ത് ചെയ്യണം? നാം ഉത്സാഹിക്കുവാൻ ഇടയാകണം. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 55:6 ഇപ്രകാരം വായിക്കുന്നുണ്ട്, യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം, ആമേൻ, ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണെങ്കിൽ ആമേൻ സ്തോത്രം, ആമേൻ, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുമെന്ന് യിരെമ്യാവ് 29:12 നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഈ ദൈവത്തെ ആമേൻ സ്തോത്രം, ആമേൻ, അന്വേഷിച്ച് ഈ ദൈവത്തെ കണ്ടെത്തി ഈ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നാം ലോകത്ത് എവിടെ പോയിരുന്ന് ഈ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചാലും ദൈവം അടുത്തു വന്നും ആ പ്രാർത്ഥനകൾക്ക്, ആ യാചനകൾക്ക് ദൈവം മറുപടി നൽകുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ, പ്രയാസത്തോടെ ആയിരിക്കുന്നുവെങ്കിലും ഈ സത്യദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഈ സത്യദൈവം അടുക്കിലേക്ക് വരുവാൻ ഇടയായിത്തീരും. വചനം പറയുന്നു, ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. അവൻ സ്തോത്രം. ആശ്വാസപ്രഭുവായി അവൻ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളിലേക്ക് വരുവാൻ ഇടയാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന വാഴ്ചപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവേ, വചനം കേട്ട എല്ലാവരെയും ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. പിതാവേ, ആരെങ്കിലും അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവരെ സഹായിക്കുമാറാകണമെന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകുവാൻ ഇടയാകല്ലേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആരെങ്കിലും രോഗത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ രോഗസൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണം, സഹായിക്കണം. വേറെ ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ആ വിഷയങ്ങളിലെയും മറുപടി കൊടുത്ത് അനുഗ്രഹിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ. സ്തോത്രം.